തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയിൽ രോഗി മരിച്ചെന്ന് പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണം മതിയായ ചികിത്സ ലഭിക്കാത്തതുകൊണ്ടെന്ന് കുടുംബം ആരോപിച്ചു. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു. രോഗിക്ക് ആൻജിയോഗ്രാം ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരുന്നതായും പരമാവധി ചികിത്സ ഉറപ്പാക്കിയിരുന്നതായും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു. അനാസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. തന്നെ പരിശോധിക്കുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. ഓരോ ഐഡിയയില്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല. ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കും. നെഞ്ചുവേദനയെ തുടർന്ന് ഒക്ടോബർ 31-നാണ് വേണുവിനെ ചവറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കും എത്തിച്ചത്. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 5 ദിവസം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ടും യാതൊരു ചികിത്സയും ലഭിച്ചില്ലെന്നാണ് മരിക്കുന്നതിനു മുൻപ് വേണു സുഹൃത്തിനയച്ച സന്ദേശത്തിൽ ആരോപിക്കുന്നത്. നായയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും മെഡിക്കൽ കോളേജിൽ രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് ആരോഗ്യനില മോശമായ വേണു മരിച്ചത്. ആശുപത്രി അധികൃതർ ചികിത്സ നിഷേധിച്ചതായും മരണവിവരം പോലും അറിയിച്ചത് വൈകിയാണെന്നും കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിക്കാരെ കൊണ്ടാണ് എൻ്റെ അനിയൻ മരിച്ചു പോയത്. ഒരു നല്ല രീതിയിൽ രോഗി മരിച്ച ശേഷം ഈ രോഗി ഒന്ന് കാണിക്കാൻ മരിച്ചു എന്ന് പറയാൻ പോലും അവർ കഴിയില്ല. അവസാനം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഈ രോഗി മരിച്ചു എന്നുള്ളത് പോലെ സ്വന്തം ഭാര്യയും മക്കളും കാണുന്നത് പോലും. അതേസമയം വേണുവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നെന്നും ചികിത്സാപ്പിഴവ് ഉണ്ടായിട്ടില്ലെന്നുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ഹാർട്ടിന്റെ പ്രോബ്ലം ആയിട്ടും പേഷ്യന്റിന് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഡയബറ്റീസ് ഉണ്ട്, പ്രഷറുണ്ട്. പിന്നെ ഈ പേഷ്യന്റ് നേരത്തെ ചികിത്സയിലായിരുന്നു. പേഷ്യന്റ് ഇന്നലെ വൈകുന്നേരം പേഷ്യന്റിന് കുറച്ച് നീർക്കെട്ട്, ശ്വാസകോശത്തിൽ കുറച്ച് നീർക്കെട്ടൊക്കെ വന്നു, പൾമണറി എഡിമ എന്ന് പറയും. അങ്ങനെ പേഷ്യന്റിനെ ഉടനെ ICUലേക്ക് മാറ്റി, ആർട്ടിഫിഷ്യൽ വെന്റിലേഷനും വെന്റിലേറ്ററിലൊക്കെ മാറ്റി. മരിച്ച വേണു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ചികിത്സാ നിഷേധത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. ന്യൂസ് മലയാളം, കൊല്ലം.